സിംഗിൾ ഓണർഷിപ്പിലെ 2012 മോഡൽ 1,93,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. ഈ ഒരു മോഡലിൽ നമ്മൾ ഫസ്റ്റാണ് വർക്ക് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റാണ് ഈ ഒരു ഹെഡ്ലൈറ്റും GR-ൻ്റെ ഗ്രില്ലും ബാക്ക് ടൈലാമ്പ് LED ടൈലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രണ്ടും ബാക്കും സ്കാറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് G4 വേരിയൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. വീൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട്. അലോയ്സ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയും ഈ വണ്ടി എത്രത്തോളം ഈ ഒരു വണ്ടിമേ നമ്മൾ ക്യാഷ് കയറ്റിയിട്ടുണ്ട് എന്നല്ല. അത്രത്തോളം വർക്ക് എടുത്തൊരു വാഹനം തന്നെയാണ്. സിൽക്കി ഗോൾഡ് സിംഗിൾ ഓൺഷിപ്പിൽ 1,93,000 കറക്റ്റ് ഏകദേശം കമ്പനി ഇഷ്ടമുള്ള വാഹനമാണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളും ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ ഈ വാഹനത്തിന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഫുൾ വീഡിയോസ് കണ്ട് മാത്രം വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗങ്ങൾ അതിൻ്റെ ലുക്ക് സിൽക്കി ഗോൾഡിൽ ഈ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും GR-ൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ലുക്ക് അത് വേറെ തന്നെയാണ് കേട്ടോ. പ്രൊജക്ടർ ഹെഡ്ലൈറ്റിൽ ഈ ഒരു മോഡലാണോ നിങ്ങൾക്ക് നമ്മൾ സാധാരണ 2 കണ്ണിലെ ഹെഡ്ലൈറ്റാണ് നമ്മൾ സാധാരണ ചെയ്യൽ. ഇത് 3 കണ്ണിൽ GR-ൻ്റെ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഏതാണ് ഇതിൽ ഭംഗി എന്നുള്ളത് നമ്മളെ വീഡിയോസിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ടേജ് ഭാഗത്തിൻ്റെ ലുക്ക് അത് വേറെ തന്നെയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്, വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. മെക്കാനിക്കൽ സൈഡ് എഞ്ചിന് ഗിയർ ബോക്സ് അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു സംശയമാണ് റസ്റ്റ് ഉണ്ടാവും. അതേപോലെ എഞ്ചിന് ഗിയർ ബോക്സ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് എഞ്ചിന് ഗിയർ ബോക്സ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് റെസ്റ്റ് കാര്യങ്ങൾ അതൊന്നുമില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജറായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നേരെ PC കാർ സ്പോട്ടുകൾ പോകുന്നോളി. അത്രയും ഗ്യാരണ്ടിയിൽ ഈ വാഹനം നിങ്ങൾക്ക് തരാൻ കഴിയും. പിന്നെ 2012 ആണെന്നുള്ളൊരു മൈൻഡ് എന്തായാലും നിങ്ങൾ എത്തുകയാണ്. പുതിയൊരു വാഹനം ഷോറൂമിൽ നടക്കല്ല, അത്രയും കൊല്ലപ്പാക്കല്ല വാഹനമാണ്. അതിൻ്റെതായിട്ടുള്ള മൈനറായിട്ടുള്ള കേസുകൾ എന്തായാലും ഉണ്ടാവും. മേജറായിട്ടുള്ള കേസ് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ട് എജിൻ്റെ ലുക്ക് അത് വേറെ തന്നെയാണ് കേട്ടോ. സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇതിൻ്റെ സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു 90% വരുന്നുണ്ട്. ഈ സിൽക്കി ഗോൾഡിൽ ആ പിയാനോ ബ്ലാക്കിൽ അലോയ്സ് അത് പ്രത്യേക ഭംഗിയാണ്. അതേപോലെ മിറർ കപ്പ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ബോഡി ഷേപ്പ് ഇന്നോവ കൂടുതൽ ഡെൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് കാണും. ഇതൊന്നൊരു ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത്രത്തോളം ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണ്. ബാക്ക് സൈഡ് ടയർ നോക്കുകയാണെങ്കിലും ഒരു 75-80% ബാക്ക് സൈഡ് ടയർ ഭാഗം വരുന്നുണ്ട് കേട്ടോ. റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ലുക്ക് സിൽക്കി ഗോൾഡിൽ ഈ ഒരു വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലുക്ക് അത് വേറെ തന്നെയാണ് കേട്ടോ. അതേപോലെ അടിപൊളി ഡിക്കി ഗാർണിഷ് LED ചെയ്തിട്ടുണ്ട്. LED ടൈലാമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്റ്റ ടൈപ്പ് ഒരു അടിപൊളി ബാക്ക് സ്കാറ്റിങ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതേപോലെ റിഫ്ലക്ടർ LED ആണ് വരുന്നത് കേട്ടോ. ബാക്ക് സ്പോയിലറും നമ്മൾ പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതുമഞ്ഞൊരു പോരായ്മ നിൽക്കുകയാണെങ്കിൽ ഒരു ടിൻറ്റ് കൂടി കുറച്ച് ഡാർക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആരൊന്നും നോക്കി പോകണം ആ ഒരു ക്വാളിറ്റിയിലാണ് ഈ വാഹനമുള്ളത്. ഈ ഒരു സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിലും കണ്ടീഷനാണ് കേട്ടോ. 2012 മോഡലാണെന്നുള്ളത് ഈ വാഹനം നേരിട്ട് കണ്ടാൽ ഒരിക്കലും പറയില്ല. അത്രത്തോളം ക്വാളിറ്റിയിലും അത്രത്തോളം വൃത്തിയിലാണ് ഈ വാഹനം ഉള്ളത്. ഇതിൻ്റെ നെക്സ്റ്റ് പേപ്പർ വരുന്നത് 2027 നമുക്ക് 3-ാം മാസമാണ് അടുത്ത പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് നിങ്ങൾക്കൊരു 22 രൂപ മൊത്തത്തിൽ ചിലവ് വരും കേട്ടോ. അപ്പം നെക്സ്റ്റ് 5 വർഷത്തെ പേപ്പർ 2027 നിങ്ങൾ എടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റ് കവറിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഈ സീറ്റ് കവർ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ സീറ്റ് കവറിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി നമുക്ക് 1 വർഷം വാറണ്ടിയുള്ള സീറ്റ് കവറാണ് നമ്മൾ ചെയ്യുന്നത്. 8 രൂപ മുതൽ 20 രൂപ വരെ നമുക്ക് സീറ്റ് കവറിന് ഈ ഒരു മോഡലിൽ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറിന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡോർ പാഡുകളും അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇതൊരു 8 സീറ്റ് വാഹനം കൂടിയാണ് കേട്ടോ. ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും പക്ക കണ്ടീഷനിലാണ് നമ്മൾ വർക്ക് എടുത്തുള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ എൻജിൻ ഭാഗങ്ങളൊക്കെ പക്കയാണ്. ഇൻ്റർകൂളർ എൻജിനിൽ വരുന്നൊരു വാഹനമാണ്. കൂടുതൽ ആളുകളും ഇൻ്റർകൂളർ ചോദിക്കാറുണ്ട്. ഇൻ്റർകൂളറും സാധാ എൻജിനും നോക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. ഈ ഒരു എക്സോസ്റ്റ് എക്സ്ട്രാ വരുന്നു. അല്ലാതെ എൻജിന് ഭാഗങ്ങൾക്കൊന്നും വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ്. അതേപോലെ അപ്രോണിൻ്റെ സൈഡ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ബോണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഈ ഒരു പേസ്റ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും എവിടെയും പോയിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കയാണ്. ഫ്രണ്ടേജ് ഭാഗങ്ങൾ ഈ ഒരു പട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളോ ഈ ഒരു പാനലോ കാര്യങ്ങളോ
ഒരു കുഴപ്പമോ കാര്യങ്ങളും ഏതൊരു ഭാഗത്തും ഉണ്ടാവില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജറായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊരു പേടിയും പേടിക്കാതെ പി സി കാർ സ്പോട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പം ഈ വാഹനത്തിൽ നമുക്ക് ഇത്രയും വർക്ക് ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടുണ്ടോ, അലോയ്സ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, ബ്രാൻഡ് സീറ്റ് ഓവർ, ഒരു വർഷം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കിൽ ഒരുപാട് വർക്കുകൾ ഇതുമ്പോൾ ചെയ്തിട്ടുണ്ടോ. ഇനി നമുക്ക് ടിൻറ്റു ആണെങ്കിൽ ടിൻറ്റു കൂടി ഈ ഒരു വിലയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് കേരള എത്തുന്നതിലേക്ക് NOC എടുത്തൊരു വാഹനം കൂടിയാണ്. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 7,15,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് നിങ്ങളെ പേർക്കാക്കി തരാൻ കഴിയുന്ന റേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്.